അപ്പം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, എന്നാലും നെബോഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇതൊരു ഡെമോ മാത്രമാണ്. ഇങ്ങനെ ആയിരിക്കണമെന്നില്ല ഉത്തരം എഴുതേണ്ടത്. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരണമെന്ന് പോലുമില്ല. ഞാനൊരു ഡെമോ മാത്രം കാണിക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നെബോഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ IG1 വരുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പം 24 hours ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്. നമുക്ക് എവിടെ നിന്ന് വേണ്ടി എടുക്കാം. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് എല്ലാവരും വായിക്കുക, കാരണം അത് വായിക്കാതെ പോകരുത്. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പഠിക്കുന്നവരാണ് അവർ കൃത്യം പറഞ്ഞു തരും ഈ ഗൈഡ് ലൈൻസൊക്കെ. പുറത്തുനിന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കുക. കാരണം സിലബസിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും മാർക്കിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് വായിക്കാതെ പെട്ടെന്ന് അതിന് പോകരുത്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, പെട്ടെന്ന് നാളെയാണ് എക്സാമിൽ, ഇന്ന് പോയി ജസ്റ്റ് കോപ്പി എടുത്ത് ചെയ്യാന്നുള്ളതല്ല. എന്നാണോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അന്ന് തൊട്ടേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്ത് കൈവെടുത്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് മന്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചുമ്മാ ഒരു ചാടിക്കയറി എക്സാം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് അത്യാവശ്യം ടഫാണ്. പക്ഷേ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു എക്സാം കൂടെയാണ് നെബോഷിൻ്റേത്. ഇതൊക്കെ നോക്കുക. യു ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു റൈറ്റ് മോർ ദാൻ 3000 വേർഡ്സ് ഇൻ ടോട്ടൽ. മൊത്തം 3000 വേർഡ്സ് കൂടുതൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് 3000 വരെ വരണമെന്നല്ല പറയുന്നത്. നമ്മൾ എഴുതുന്ന കുറച്ചാണല്ലോ, അത് വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. പിന്നെ ആൻസർ ടെംപ്ലേറ്റ് നോക്കണമെന്ന് പറയുന്നുണ്ട്. എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇത് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട് താനും. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റിനിലോട്ട് പോവാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിനാരിയോ ആണ് വരുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ പെട്ടെന്ന് ചാടിക്കയറി സിനാരിയോ വായിച്ചിട്ട് കാര്യമില്ല. ഒരു മാക്സിമം മിനിമം ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ വായിച്ച്, ഒരു സിനാരിയോ കിട്ടിക്കഴിയുമ്പോൾ 10 പ്രാവശ്യം ഏലും നിങ്ങൾ വായിച്ച് നോക്കണം. കാരണം ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വായിച്ച് സംഭവം മനസ്സിലാക്കണം. അതെന്താണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം. ഇന്നൊരു സിനാരിയോ ആണ്, ഇതിപ്പം ഡെൻ്റൽ സർജറി ആണ്. അപ്പോൾ അതുപോലെ പ്രൈവറ്റ് ഓൺഡ് ബൈ റൺ ബൈ ഡെൻറ്റിസ്റ്റ് ഓൺ ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു സംഭവമാണ്. ഒരു ഇൻസിഡൻ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളാണ് അവിടുത്തെ സേഫ്റ്റി ഓഫീസർ. ഇവർ പറയും നിങ്ങളാണെങ്കിൽ, അപ്പോൾ നമ്മളാണെങ്കിൽ സേഫ്റ്റി ഓഫീസറെങ്കിൽ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളായിട്ട് നമ്മളെ മനസ്സിൽ ഇതാക്കി ആലോചിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അവിടെ ഇന്നയാളുണ്ടായിരുന്നു, ഇന്നയാളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മളായിട്ട് ഈ കഥ നമ്മൾ മനസ്സിൽ കാണുക, എന്നിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, എക്സാമിന് 24 മണിക്കൂറുണ്ടല്ലോ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ പ്രിൻ്റ് എടുത്ത് എനിക്ക് ഫോണിൽ നോക്കി വായിക്കുന്ന ഇഷ്ടമില്ല. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ വേറെ മെസ്സേജ് വരും, നമ്മളതിൻ്റെ പുറകെ പോകും. എൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഡൗട്ടുള്ളതെല്ലാം ഞാൻ ഗൂഗിളിൽ നോക്കി. ചില വാക്കുകളും സിമ്പിൾ ഇംഗ്ലീഷാണ് വരുന്നത്, എന്നാലും ചെറിയ വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് ആ സിനാരി വെച്ച് വരുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക, മാക്സിമം പരമാവധി വായിക്കുക. പിന്നെ ഒരു പാരഗ്രാഫ് പോലും വിട്ട് കളയരുത്. അവസാനത്തെ ആണെന്ന് പറഞ്ഞാലും അതിനകത്തും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കാണാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അറിയാൻ തന്നെയാണ്, കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് താനും. പിന്നെയാണ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. ക്വസ്റ്റ്യനിലോട്ട് മാക്സിമം ഞങ്ങളൊക്കെ എഴുതിയ സമയത്ത് ഒരു 13 ക്വസ്റ്റ്യൻ വരെ വന്നായിരുന്നു. അപ്പോൾ അത് ചെറിയ മാർക്കിൻ്റെയൊക്കെ ആയിരുന്നു. 5, 3, 2 മാർക്കിൻ്റെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇതിനകത്ത് ഇപ്പോൾ ഒരു 9 ക്വസ്റ്റ്യനേ ഉള്ളൂ. 9 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കസ് മോറൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. കമൻറ്റ് ഓൺ, അതൊരു ഹെഡിങ് മാത്രമാണ്, ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, കമൻറ്റ് ഓൺ സർജറീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ്. അതിൻ്റെ താഴെ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് സപ്പോർട്ട് യുവർ ആൻസർ വെയർ ആപ്ലിക്കബിൾ യൂസിങ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി സിനാരിയോ. ഈ ക്വസ്റ്റ്യൻ എന്താണോ പ്രതിപാദിക്കുന്നത് അതിൻ്റെ ഒരു പോയിൻ്റ് നമ്മുടെ സിനാരിയോയിൽ കാണും. അത് വെച്ച് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എഴുതിയത് ഒരു ടെക്നിക്ക് വെച്ചാണ്. PEE ആണ് പോയിൻ്റ്. എന്താണോ പോയിൻ്റ്, ഇപ്പോൾ പോയിൻ്റ് പറഞ്ഞ് കമൻറ്റ് ഓൺ സർജറീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ്. ഒരു പോയിൻ്റ് എഴുതുക, മെയിൻ പോയിൻ്റ്. അത് സിനാരി എന്നുള്ളൊരു പോയിൻ്റ് ആയിരിക്കണം.
അത് എക്സാം നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇവന് മനസ്സിലായെന്ന് അറിയുന്ന ഒരു പോയിൻ്റ് ആ സിനാരിയോ എടുത്ത് എഴുതണം. പിന്നെ ഇവാലുവേഷൻ, ഈ പോയിൻ്റ് തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് സാമ്യതയുള്ളത്, അത് നമ്മൾ എഴുതണം. അതിന് എക്സ്പ്ലനേഷൻ, ഈ പോയിൻ്റ് നമ്മൾ എങ്ങനെ ഈ സിനാരിയോ ക്വസ്റ്റ്യനുമായിട്ട് പ്രതിപാദിക്കുന്നു. കമൻറ്റ് ഓൺ സർജറീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽസ്, അതിന് കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെയാണ് ഉത്തരം. എനിക്ക് അങ്ങനെ പറയാൻ ഇപ്പം എനിക്ക് പറ്റത്തില്ല, കാരണം ഭയങ്കര ഒത്തിരി കൂടിപ്പോവും, അത്രയൊന്നും എഴുതാൻ പറ്റില്ല. പിന്നെ ഇത് എഴുതുമ്പം നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ 1000 ഒക്കെ ആയിപ്പോവും, 800 ആയിപ്പോവും. അങ്ങനെ ക്വസ്റ്റ്യൻ കൂടുന്നോറും 3000, മാക്സിമം 3000 മാത്രമേ പറ്റുള്ളൂ. 3000 ആക്കണമെന്നുമില്ല, ഒരു 2400 ആയാലും കുഴപ്പമില്ല. പക്ഷെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ വലിച്ച് ചെയ്തിട്ട് കാര്യമില്ല, ആവശ്യമുള്ളത് മാത്രം എഴുതുക. പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളൊരു ചിന്ത വേണ്ട, കാരണം കോപ്പി പേസ്റ്റ് ചെയ്തപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന 1-2 പേർക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ മാൽ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് 2 പ്രാവശ്യത്തിനോ എന്തോ എഴുതാൻ പറ്റിയില്ല എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. കൃത്യം എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അങ്ങനെ 2 ക്വസ്റ്റ്യൻ, അങ്ങനെ 9 ക്വസ്റ്റ്യൻ ഉണ്ട്, കൃത്യമായിട്ട് വായിക്കുക. പിന്നെ 3rd ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻസിഡൻറ്റ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ കുറവാണെന്ന് പറഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ തന്നെ എയും ബിയും ഉണ്ട് കേട്ടോ. ഹൗ വുഡ് യു ഡെൻറ്റിസ്റ്റ് നോട്ടിഫൈ ദിസ് ആക്സിഡൻറ്റ് ആസ് ദ എംപ്ലോയർ? മനസ്സിലായോ? ഹൗ വുഡ് ദ ഡെൻറ്റിസ്റ്റ് നോട്ടിഫൈ ദിസ് ആക്സിഡൻറ്റ് ആസ് ദ എംപ്ലോയർ? ഈ ഡെൻറ്റിസ്റ്റ് ആണല്ലോ ഇവിടുത്തെ ആൾ, മുതലാളി തന്നെയാണ് ഡെൻറ്റിസ്റ്റ്. അപ്പോൾ എംപ്ലോയറായിട്ട് ഡെൻറ്റിസ്റ്റ് കൂട്ടണം, നമ്മൾ എംപ്ലോയറായിട്ട് കൂട്ടുക. അപ്പോൾ ഡെൻറ്റിസ്റ്റ് അവിടെ വരരുത്, എംപ്ലോയി ആയിട്ട് മാത്രം ആലോചിക്കുക. ആക്സിഡൻറ്റിനെ എങ്ങനെ നോക്കി കാണും. അപ്പോൾ ആ സിനാരിയോ മൊത്തം വായിച്ചാൽ മാത്രമേ നമുക്ക് ആ ഉത്തരത്തിന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ടു വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് കണ്ടോ. ചില ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ സിനാരിയോ വെച്ച് കണ്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഉത്തരത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സപ്പോർട്ട് യുവർ ആൻസർ വേർ ആപ്ലിക്കബിൾ യൂസിങ് റിലവൻറ്റ് ഇൻഫോർമേഷൻ വിത്ത് സിനാരിയോ. ഫസ്റ്റ് എയിലില്ല, പക്ഷേ ബി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആവശ്യമില്ല, പക്ഷേ നമുക്ക് ബെറ്റർ നല്ലൊരു പോയിൻ്റ് സിനാരിയോയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുത്ത് എഴുതാം. എഴുതരുതെന്ന് ഇവർ പറയുന്നില്ല, ആവശ്യമില്ല, വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ എഴുതുന്ന രീതി അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ കണ്ടോ, 3rd ക്വസ്റ്റ്യനിൽ എയും ബിയും അങ്ങനെയില്ല, പക്ഷേ നല്ലൊരു പോയിൻ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുതാം, അതിന് ഒരു തടസ്സവും ഇല്ല. അങ്ങനെ കണ്ടോ, ചിലത് വരുന്നുണ്ടോ, ഡെമോൺസ്ട്രേറ്റിംഗ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ, ബേസ്ഡ് ഓൺ സിനാരിയോ ഉള്ളി, നമുക്ക് പുറത്തുനിന്നൊന്നും എഴുതാൻ പറ്റില്ല, സിനാരിയോ വെച്ച് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ വലിച്ചു വരയുന്നതൊക്കെ ഭേദം ഈ ക്വസ്റ്റ്യനിൽ സിനാരിയോക്കുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി എന്നുള്ള ഓർത്താണ് അവരങ്ങനെ ചെയ്യുന്നത്. യു ഷുഡ് സപ്പോർട്ട് യുവർ ആൻസർ എന്നാണ് ഈ 6 ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തേക്കാണ്ടോ ബേസ്ഡ് ഓൺ സിനാരിയോ ഉള്ളി. അപ്പോൾ ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാത്രം എടുക്കാൻ പാടുള്ളൂ. 9th ക്വസ്റ്റ്യനും അവസാനത്തെ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്, ബേസ്ഡ് ഓൺ സിനാരിയോ ഉള്ളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ 2022 ഞാനും ഇത് വെച്ചാണ് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് ഓർത്താണ് ഞാൻ എടുത്തിട്ടത്. പിന്നെ ഞാൻ പറഞ്ഞത് സിമ്പിളാണെന്ന് വെച്ചാൽ ആരും ഒന്നും ചെയ്യാതിരിക്കരുത്, വർക്കൗട്ട് ചെയ്യുക. കാരണം ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം എക്സാം എഴുതുക, ഒരു അറ്റംപ്റ്റ് വെറുതെ കളയണ്ട. ഇപ്പം ഒരു എക്സാം ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം IG1 IG2 ഇൻ്റർവ്യൂ ഉണ്ട്, അത് 3 പാസ്സായാൽ മാത്രമേ നെബോ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ IG1 പാസ്സായിട്ട് IG2 പാസ്സായില്ലെങ്കിൽ കുഴപ്പമാണ്. ഞാൻ ഇതിനു മുമ്പേ റിസ്ക് അസസ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, നമ്മൾ ഈ എഴുതുന്ന ഉത്തരമാണ് ഇൻ്റർവ്യൂ ചോദിക്കുന്നത്, ഫുള്ളല്ല. നമുക്കതിനൊരു വരും, നിങ്ങളോട് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള എന്നൊക്കെ ഒരു ചോദ്യം വരും. അതിനകത്ത് ഇന്ന പോയിൻ്റൊക്കെ ആയിരിക്കും. പക്ഷേ ആ പോയിൻ്റിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണോ അത് തന്നെ അങ്ങനെ തന്നെ പറയണമെന്നില്ല, പക്ഷേ അത് മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് നമ്മൾ തന്നെയാണോ എഴുതിയത്, കാരണം നമ്മളെക്കൊണ്ട് കേപ്പബിൾ ആണോ, നമ്മളെക്കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവർ നമ്മളെ വിളിക്കും, വീഡിയോ കോൾ, സൂം മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു, സൂം മീറ്റിംഗ് ആയിരിക്കാനാണ് സാധ്യത. അതെ, സൂം മീറ്റിംഗ് ആയിരുന്നു. സൂം മീറ്റിങ്ങിൽ അവർ നമ്മളെ നേരിട്ട് ചോദിക്കും, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. അതിൽ നിങ്ങളാണ് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ എഴുതി. അപ്പം ഈ ഉത്തരത്തിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ചിലപ്പം
ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പോയിൻ്റ് എഴുതി എന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ശരി നിങ്ങൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു? കാരണം നമ്മളോട് ചോദിക്കുക, കാരണം നമ്മൾ എഴുതിയ പോയിൻ്റ് എന്താണെന്ന് നമുക്കറിയണം. അപ്പം നമ്മൾ പറയും, സാർ ഇന്ന ആഗ്രഹം കൊണ്ടാണ്, ഇന്നത് കൊണ്ടാണ് ഫ്യൂച്ചറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകരുത്. അതുപോലെ തന്നെ എന്താണോ റൂട്ട് കോഴ്സ്, അണ്ടർലൈൻ കോഴ്സ് എല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം റിപ്പോർട്ടാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യും. കാരണം അവിടെ എന്താണോ എഴുതിയത് നമ്മൾ എഴുതുകയാണെങ്കിൽ മാത്രമേ പറയാവുള്ളൂ, അല്ലെ നമ്മൾ ചുമ്മാ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് എടുത്ത് കളയരുത്. ഈ എക്സാം അവസാനം ശരി, എക്സാം കഴിഞ്ഞിട്ട് ആ PDF അങ്ങ് എടുത്ത് കളയുകയും ചെയ്യരുത്. അതെടുത്ത് വെക്കുക. ഒരു ഡേറ്റ് വരും, ഒത്തിരി താമസിക്കത്തില്ല, ഒരു 10-15 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഡേറ്റ് വന്നത്. അപ്പം വർക്കൗട്ട് ചെയ്യുക, എല്ലാവരും പഠിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് ആൻസറിൻ്റെ ഒരു എഴുതേണ്ട രീതി, ഞാൻ എഴുതിയ രീതി നിങ്ങളെ കാണിച്ചു തരാം. എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളെ എഴുതണമെന്നില്ല, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അല്ലെ ഒത്തിരി ലോങ് ആയിപ്പോകും വീഡിയോ. അപ്പം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്, പുതിയതായിട്ട് ആയി വരുന്ന ആളാണ്. അപ്പം ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഓക്കെ, ശരി, എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.